ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മനോഹരമായ ഈ ദിവസം കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ലഭിച്ച അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പഴയ നിയമത്തിൽ 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 26-ാം അധ്യായം അല്പമായി ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉസിയ രാജാവിനെ കുറിച്ചാണ്. 2 ദിനവൃത്താന്ത പുസ്തകം നാം പഠിക്കുമ്പോൾ ആദ്യത്തെ 9 അധ്യായങ്ങൾ ശലോമോൻ്റെ ഭരണത്തെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. 10 മുതൽ 36 വരെയുള്ള അധ്യായങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. യെഹബയാം മുതൽ സിദെക്കിയാവ് വരെയുള്ള 20 രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. അതിൽ 10ാമത്തെ രാജാവാണ് ഉസിയ രാജാവ്. ഈ ഉസിയ രാജാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ രാജാവിൻ്റെ ആരംഭം വളരെ നല്ലതായിരുന്നു. നല്ല ഒരു തുടക്കമായിരുന്നു രാജാവിൻ്റേത്. അത് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, 26-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ രാജാവിനെക്കുറിച്ച് സവിസ്തരം അവിടെ എഴുതിയിട്ടുണ്ട്. രാജാവിൻ്റെ ആരംഭകാലം 16-ാമത്തെ വയസ്സിൽ രാജാവായി 52 സംവത്സരം രാജ്യം ഭരിച്ചു. ആരംഭകാലത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവഭയമുള്ളിടത്തോളം കാലം രാജാവിന് അഭിവൃദ്ധി ലഭിച്ചു. ദൈവം അവനെ സഹായിച്ചു. യുദ്ധങ്ങളുടെ മധ്യത്തിൽ അവന് ശക്തി കൊടുത്തു. അവൻ ഗോപുരങ്ങൾ പണിതു, കിണറുകൾ കുഴിപ്പിച്ചു, മുന്തിരിത്തോട്ടമുണ്ടാക്കി. 3,07,500 പേരുള്ള ഒരു സൈന്യശക്തി രാജാവിനുണ്ടായിരുന്നു. ഈ സൈന്യത്തിനുള്ള യുദ്ധസാമഗ്രികളെല്ലാം രാജാവ് ഉണ്ടാക്കി കൊടുത്തു. അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു എന്ന് നാം വായിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം, സ്വർഗത്തിലെ ദൈവം ആ രാജാവിനെ അനുഗ്രഹിച്ചു. അവൻ്റെ ആരംഭം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരാരംഭം കിട്ടിയ വ്യക്തി, ആ രാജാവ് ആ ആരംഭത്തിൽ നിലനിന്നില്ല. അവൻ്റെ ജീവിതത്തിൽ പാപം വന്നു. അത് തിരുത്താൻ അവൻ വിസമ്മതിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ദാരുണമായ അന്ത്യത്തിൽ അവൻ എത്തിച്ചേർന്നു. അവൻ കുഷ്ഠരോഗിയായി മരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവജനമേ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തി ഏറുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഈ തരുണത്തിൽ ഞാൻ ചിന്തിക്കുന്നത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ്. അവർ നല്ലൊരാരംഭം കുറിച്ചവരായിരുന്നു ഇസ്രായേൽ ജനം. അവർ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് യാതന അനുഭവിച്ച് ഊഴിയവേലയിൽ നെടുവീർപ്പിട്ട് കരയുന്നത് നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവം അത് കണ്ടു മനസ്സലിഞ്ഞ് മോശയെ അവരുടെ വിടുതലിന് വേണ്ടി അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നല്ലൊരാരംഭം അവരുടെ ജീവിതത്തിൽ ലഭിക്കുകയുണ്ടായി. മിസ്രയീമിലെ കൂടാരത്തിൽ എല്ലാ കടിഞ്ഞൂലുകളും മരിച്ചു വീഴുമ്പോൾ ഇതാ ഇസ്രായേൽ ജനം ബാധയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം ലഭിക്കുന്നതായിട്ട് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലാണത്. അവർ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ
രണ്ട് കട്ടളക്കാലേലും കുറുമ്പടിമേലും പുരട്ടിയതുകൊണ്ട്, ആ രക്തത്തിൻ്റെ അടയാളം ഉള്ളതുകൊണ്ട് ആ സംഹാരകനിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം അവർക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ രക്ഷപ്പെട്ട ദൈവജനമായിരുന്നു ഇസ്രായേൽ ജനം. എന്നാൽ ആ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് നാം വായിക്കുന്നു. ദൈവമക്കളെ, കാരണം എന്താണ്? അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. ദൈവത്തെ അവിശ്വസിച്ചു. ദൈവമാണ് അവരെ പുറപ്പെടുവിച്ചത്. മിസ്രയീമയുടെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അവർ ദുർമോഹികളായി മാറി. അവർ പരസംഗം ചെയ്തു. അവർ പാപം ചെയ്തു. വിഗ്രഹാരാധന അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവർ പിറുപിറുത്തു. അതിൻ്റെ ഫലമായിട്ട് ആ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ആ വലിയ ജനം, ആ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോയി. യോശുവയും കാലേബും ഒഴിച്ച് ആർക്കും കനാൻ ദേശത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള, നാം വായിക്കുന്ന കാര്യങ്ങളാണ്. ദൈവമക്കളെ, ആരംഭം എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ആയിരിക്കുന്നു എന്നല്ല സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. അത് നാം നിലനിർത്തുന്നുണ്ടോ എന്നാണ് ദൈവം നമ്മിലേക്ക് നോക്കുന്നത്. നമ്മുടെ അവസാനം എങ്ങനെ ആയിരിക്കുന്നു എന്നാണ് നിത്യനായ ദൈവം നമ്മിലേക്ക് നോക്കുന്നത്. ദൈവമക്കളെ, ഈ കാര്യം നാം ചിന്തിക്കുമ്പോൾ നമ്മുടേതായ ഇന്നത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? നാം എല്ലാവരും മാനസാന്തരപ്പെട്ടതാണ്, രക്ഷിക്കപ്പെട്ടതാണ്, ദൈവവചനം കേൾക്കുന്നവരാണ്. ഒരു മാനസാന്തരം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നു. എന്നാൽ ഇന്ന് ആ മാനസാന്തരത്തിൽ നിലനിന്നുകൊണ്ട് ആ ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവർ എത്ര പേരുണ്ട്? ശുദ്ധീകരണം പ്രാപിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നാം നമ്മിലേക്ക് തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആ ഇസ്രായേൽ ജനം പട്ടുപോയതുപോലെ നിത്യനാശത്തിലേക്ക് പോകാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനും സ്വർഗത്തിൽ എത്തിക്കുവാനുമാണ് ദൈവം ഇന്നും അത്യധ്വാനം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ദാനമായിട്ട് തരുന്നത്. ദൈവമക്കളെ, ഇന്ന് ഈ രാജാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നല്ലൊരാരംഭം ലഭിച്ച രാജാവ് ഇതാ ജീവിതത്തിൽ ഒരു സമയം വന്നപ്പോൾ അവൻ ബലവാനായി തീർന്നപ്പോൾ അവൻ നിഗളിച്ചു പോയെന്ന് നാം വായിക്കുന്നു. 26-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ദൈവമക്കളെ, ഇവിടെ വായിക്കുന്നത് അവൻ നിഗളിച്ചു പോയി. അവൻ ബലവാനായി തീർന്നപ്പോൾ അവന് തോന്നി എനിക്കെല്ലാം കഴിയും, ഞാൻ രാജാവല്ലേ എന്നുള്ള ആ സെൽഫ് സഫിഷ്യൻസി വന്നപ്പോൾ, ആ നിഗളം വന്നപ്പോൾ അവൻ നാശത്തിനായിട്ട് അവൻ നിഗളിക്കുന്നു. അവൻ നശിച്ചു പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം. ജീവിതത്തിൽ എവിടെ നിഗളം വരുന്നുവോ അവൻ്റെ പതനം ആസന്നമാണ്. വളരെ വ്യക്തമാണ്. ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എവിടെ നിഗളം വരുന്നുവോ, എവിടെ അഹന്ത വരുന്നുവോ അവൻ്റെ ജീവിതം, അവൻ്റെ പതനം ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവൻ നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപം ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പാപമോചനം പ്രാപിച്ചില്ലെങ്കിൽ അവൻ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം എന്ന് നാം വായിക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു.
ദൈവമക്കളെ, വിനയം, എവിടെ വിനയമുണ്ടോ അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അനുദിനം അവനെ വഴി നടത്തുന്നത്, അവനെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ എളിമയുണ്ടോ? ഈ താഴ്മ നമുക്കുണ്ടോ? നിഗളം വരുമ്പോൾ അഹങ്കാരം വരുന്നു. അഹങ്കാരം വരുമ്പോൾ ഈഗോ സ്വയം വരുന്നു. അങ്ങനെ ഓരോരോ പാപങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു പാപം വരുമ്പോൾ അതിനോടനുബന്ധിച്ച് അനേക പാപങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവമക്കളെ, പാപം, ഈ നിഗളം ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ നമ്മിൽ എന്താണ് വേണ്ടത്? വന്ന വഴികളെ നാം മറന്നു പോകരുത്. നാം വന്ന വഴികളെ നാം എന്നും ഓർക്കണം. ഞാൻ ഇത്രത്തോളം ദൈവം എന്നെ വഴി നടത്തി, ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവന്നു. എനിക്ക് യോഗ്യതയില്ല, എനിക്ക് അർഹതയില്ല, എനിക്ക് നിഗളിക്കാൻ ഒന്നുമില്ല. ദൈവമക്കളെ, വന്ന വഴികളെ മറക്കരുത്. നമ്മിൽ പലരും സാക്ഷ്യം പറയാറുണ്ട്. ഇതാ മദ്യപിച്ച് ഓടയിൽ കിടന്നു, ഇതാ ഛർദിലിൽ കിടന്ന് ഉരുണ്ട മനുഷ്യൻ മനസാന്തരപ്പെട്ടു. ഇതാ ജീവിതം അവസാനിപ്പിച്ചാൽ മതി, ഇനി ജീവിക്കാൻ ഒരാഗ്രഹവുമില്ല, ഇനി മരിച്ചാൽ മതി, ആത്മഹത്യയെ ഇനി പോംവഴിയുള്ളൂ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരുന്നവർ ദൈവമക്കളെ പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നു. ഇതാ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒന്നിച്ചിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ആയുസ് സ്വർഗത്തിലെ ദൈവം ദീർഘിപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവമക്കളെ, ഇതൊക്കെ നാം ജീവിതത്തിലേക്ക് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയില്ലേ? വന്ന വഴികളെ ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയല്ലാതെ എന്ത് പറയാനുണ്ട്? നന്ദിയല്ലാതെ ദൈവസന്നിധിയിൽ നന്ദി കരയറ്റാൻ അല്ലേ നമുക്ക് ഉള്ളൂ. ദൈവമക്കളെ, വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. 1 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഒരു ചെറിയ വാക്യം കിടപ്പുണ്ട്. ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ദൈവമക്കളെ, ഒന്നിലും നിഗളിക്കാനില്ല. നല്ല ജോലി കിട്ടിയോ, നല്ല മാർക്ക് കിട്ടിയോ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അഹങ്കരിക്കാൻ ഒന്നുമില്ല. സ്വർഗത്തിലെ ദൈവം ദാനമായി തന്നതാണ്. നല്ല കുടുംബം കിട്ടിയോ, നല്ല ആരോഗ്യമുള്ള മക്കളെ ലഭിച്ചുവോ, എല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദാനത്തെ നാം എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദാനം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപ. എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല, എനിക്ക് നിഗളിക്കാൻ ഒന്നുമില്ല. കർത്താവേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. പാട്ടുകാരൻ പാടി, തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, ദൈവം തന്നത് മാത്രമേ എനിക്കുള്ളൂ. ദൈവമക്കളെ, അത് ഓർക്കുമ്പോഴാണ് ഹൃദയത്തിൽ നന്ദി വരുന്നത്, എപ്പോഴും നന്ദിയുടെ സ്തുതി വരുന്നത്, എപ്പോഴും ആ ദൈവത്തോടുള്ള കടപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ദൈവമക്കളെ, ഇതാ രാജാവ് ഇവിടെ നിഗളിച്ചു, രാജാവിന് തെറ്റുപറ്റി, രാജാവിൻ്റെ ജീവിതത്തിൽ വീഴ്ച പറ്റിയപ്പോൾ ജനവും പാപത്തിലേക്ക് ഇറങ്ങിപ്പോയി. അന്നത്തെ ആ ജനം പാപത്തിലേക്ക് ഇറങ്ങിപ്പോയതായിട്ട് നാം വായിക്കുന്നുണ്ട്. അവർ വിഗ്രഹാരാധികളായിട്ട് മാറുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ ഭാഗം തന്നെ വളരെ സംക്ഷിപ്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. ഇത് ജനം പാപത്തിലേക്ക് ഇറങ്ങിയ നേതൃത്വം വഴിപിഴച്ചപ്പോൾ, നേതാവിന് തെറ്റുപറ്റിയപ്പോൾ നിയന്ത്രിക്കാൻ ആരുമില്ല. ഇതാ ജനം കെട്ടഴിഞ്ഞുപോയി. അഹ്റോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഇതാ ജനം കെട്ടഴിഞ്ഞുപോയി. ജനം തോന്നിയതുപോലെ ആ വിഗ്രഹാരാധികളായി മാറി. ജനം ചോദിക്കുകയാണ്, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന്. അവരെപ്പോഴും മോശയിലേക്ക് നോക്കി, ഒരു വ്യക്തിയിലേക്ക് നോക്കി. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പാപം സംഭവിച്ചു. അതിന് അഹ്റോൻ മുഖാന്തരമായി തീർന്നു. ദൈവമക്കളെ, ജീവിതത്തിൽ നേതൃത്വം വഴിവഴയ്ക്കുമ്പോൾ ജനവും വഴിവഴച്ചു പോകുന്നു. ദൈവമക്കളെ, നിഗളമെന്ന് പറയുന്നത് ഏറ്റവും വലിയ പാവമാണ്. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നിഗളം വരാൻ പാടില്ല. നിഗളം വരുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് വീഴുക. കർത്താവേ, എനിക്ക് നിഗളിക്കാൻ ഒന്നുമില്ല, ഞാൻ നിൻ്റെ സന്നിധിയിൽ എളിമയോടെ ഇരിക്കുകയാണ്, ഞാൻ വിനയത്തോടെ
ഞാൻ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ് കർത്താവേ. ദൈവമക്കളെ, ദാവീദിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്. 2 ശമൂവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഹീനനായിരിക്കും, ഞാൻ ഇനിയും എളിയവനായിരിക്കും. മീകളിനോട് പറയുകയാണ്. പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്ന ദാവീദിനെ മീകൾ പരിഹസിക്കുമ്പോൾ മീകളിനോട്, സ്വന്തം ഭാര്യയോട് ദാവീദ് പറയുകയാണ്. നമുക്ക് വായിക്കാം. ദാവീദ് മീഖളിനോട്, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവൻ്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ, അതേ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. ഞാൻ ഇനിയും എളിയവനായിരിക്കും, ഞാൻ ഇനിയും ഹീനനായിരിക്കും. ദൈവമക്കളെ, ദാവീദിനറിയാം ദാവീദിനെ ഈ സിംഹാസനത്തിൽ കൊണ്ട് ഇരുത്തിയത് ആരാണെന്ന്. ദാവീദിനെ ശരിക്കും അറിയാം. ദാവീദിന് ഒരു യോഗ്യതയുമില്ല, ഒരർഹതയുമില്ല. ആടിനെ നോക്കിക്കൊണ്ട് കാട്ടിലൂടെ നടന്ന വ്യക്തിയാണ്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചു. ശമൂവേൽ ചോദിക്കുമ്പോൾ ഇതാ ഇശായി പറയുന്നുണ്ട്, ഇനി ഏറ്റവും ഇളയവനായ ഒരുത്തനുണ്ടെന്ന്. ദാവീദിൻ്റെ പേര് പോലും പറയാൻ ആ പിതാവായ ഇശായിക്ക് തോന്നിയില്ല. ദൈവമക്കൾ, ഒരുത്തനുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം ദാവീദിനെ കണ്ടു. ദാവീദ് ഇതാ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയത് എന്തുകൊണ്ട്? ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം വരാത്തതുകൊണ്ടാണോ? ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിച്ചു, വീഴ്ചകൾ പറ്റി, അനേകം തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയി. കൊലപാതകം വന്നു, വ്യഭിചാരം വന്നു. പക്ഷേ ഒരു എളിയ ഹൃദയമുണ്ടായിരുന്നു. ഞാൻ എളിയവനാണ്, ഞാൻ ഹീനനാണ്, എനിക്കൊന്നിനും യോഗ്യതയില്ല എന്ന് എത്ര പരസ്യമായിട്ട് എവിടെയും പറയാൻ ദാവീദിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അവിടെ നാം വായിക്കുന്ന 7-ാം അധ്യായം വായിക്കുമ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 7-ാം അധ്യായം 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്നു യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എൻ്റെ ഗൃഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. മതി ദൈവമക്കളെ, ഒരു എളിമയുടെ വാക്കുകൾ, പുറമേയുള്ള എളിമയല്ല, പുറമേയുള്ള വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന എളിമയല്ല ദൈവമക്കളെ. പുറമേ നമ്മൾ വളരെ വിനയം കാണിക്കുന്നുണ്ട്, എളിമ കാണിക്കുന്നുണ്ട്, കൈ കൂപ്പുന്നുണ്ട്, പലതും നമ്മൾ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ആ എളിമയുണ്ടോ ദൈവമക്കളെ? ഹൃദയത്തിൽ എളിമ, ദൈവസന്നിധിയിൽ എന്നും ആ നന്ദിയുടെ കരച്ചിൽ. എൻ്റെ കർത്താവേ, നന്ദിയുടെ കണ്ണുനീര്. എനിക്ക് യോഗ്യതയില്ല, എനിക്ക് ഇന്ന് അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾക്കൊന്നും ഞാൻ അർഹതപ്പെട്ടവനല്ല കർത്താവേ. എനിക്ക് നിഗളിപ്പാനൊന്നുമില്ല. ഞാൻ നിൻ്റെ സന്നിധിയിൽ എന്നും ഇന്നല്ല എന്നും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എളിമയോടെ ഇരുന്നുകൊള്ളാം, ഞാൻ വിനയത്തോടെ ഇരുന്നുകൊള്ളാം. ദൈവമക്കളെ, ആ എളിമ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നത്, നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത്, നമ്മെയും നമ്മുടെ ദേശത്തെയും നമ്മുടെ കൂട്ടായ്മയെയും അനുഗ്രഹിക്കുന്നത് ആ എളിമയോടെ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ്, ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്. മൂന്നാമത്തെ കാര്യം, ആ രാജാവിൻ്റെ ഓടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അവൻ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ അന്നത്തെ പുരോഹിതന്മാർ, അടുത്ത 18-ാം വാക്യം നമുക്ക് വായിക്കാം, 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. ഇതാ, നീ ലംഘനമാണ് ചെയ്യുന്നത്, നീ തെറ്റാണ് ചെയ്യുന്നത്. മകനെ, നീ തെറ്റ് ചെയ്യുകയാണ്, നിൻ്റെ ജീവിതത്തിൽ വീഴ്ചയുണ്ട്, നീ ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ്. വിരൽ ചൂണ്ടിക്കൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ചു. ദൈവമക്കളെ, മുന്നറിയിപ്പുകളെ അവഗണിച്ചു.
മുന്നറിയിപ്പുകളെ അവഗണിച്ചു. വാണിംഗ് ഈസ് നെവർ ഔട്ട് ഓഫ് പ്ലേസ്. ദൈവമക്കളെ, മുന്നറിയിപ്പുകൾ ഒരിക്കലും അസ്ഥാനത്തല്ല. മുന്നറിയിപ്പ് കൊടുത്തു, പക്ഷേ അവഗണിച്ചു. ഞാൻ രാജാവല്ലേ, എനിക്കെല്ലാം കഴിവുണ്ട്, എനിക്ക് ധൂപം കാട്ടുവാനുള്ള അധികാരമുണ്ട് എന്ന് രാജാവ് സ്വയമേ ചിന്തിച്ചു. ദൈവമക്കളെ, അവൻ ദൈവവചനത്തെ അവഗണിച്ചു. ആ പുരോഹിതന്മാർ പറഞ്ഞ ആ വചനത്തെ അവഗണിച്ചു. ധൂപം കാട്ടുവാനായിട്ട് ഇതാ മുൻപോട്ട് നീങ്ങുന്ന ഒരു രാജാവിനെയാണ് നാം കാണുന്നത്. ഉടനെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി, അവനെ പുറത്താക്കി സ്ഥാനത്തുനിന്ന് സ്ഥാനഭൃഷ്ടനായിട്ട് മാറുന്നതായിട്ട് നാം കാണുന്നു. ദൈവമക്കളെ, മുന്നറിയിപ്പുകളെ നാം അവഗണിക്കരുത്. മുന്നറിയിപ്പുകളെ നാം അവഗണിക്കരുത്. 1912 ഏപ്രിൽ മാസം 15 ഇതാ ടൈറ്റാനിക് കപ്പൽ മുങ്ങാനുള്ള കാരണം എന്താണെന്നറിയാമോ? 2000 യാത്രക്കാരുമായി കന്നിയാത്ര ചെയ്ത ആ പടുകൂറ്റൻ കപ്പൽ സമുദ്രത്തിൽ മുങ്ങിത്താഴാനുള്ള കാരണം എന്താണെന്നറിയാമോ? ക്യാപ്റ്റൻ സ്മിത്ത് ഇതാ മുന്നറിയിപ്പിനെ അവഗണിച്ചു. ആ ഫോണൊന്ന് എടുത്താൽ മതിയായിരുന്നു. അനേകം പ്രാവശ്യം ആ ഫോൺ ബെല്ലടിച്ചെങ്കിലും അതെടുക്കാൻ അവന് സന്മനസ് തോന്നിയില്ല. എത്രമാത്രം സ്പീഡിൽ ഈ കപ്പൽ ഓടിക്കാമോ അത്രമാത്രം സ്പീഡിൽ കപ്പൽ ഓടിക്കണമെന്നുള്ള ആ ആഗ്രഹത്തിൽ ഈ ഫോൺ എടുത്തില്ല. അതിൻ്റെ എന്ത് സംഭവിച്ചു? മഞ്ഞുമലയിൽ കപ്പലിടിച്ച് കപ്പൽ തകർന്നു. ഏതാണ്ട് 1522 പേരോളം ആ സമുദ്രത്തിൽ മുങ്ങിത്താണു മരിച്ചുപോയി. ദൈവമക്കളെ, മുന്നറിയിപ്പുകൾ സ്വർഗത്തിലെ ദൈവം ഇന്നും നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഈ വേദപുസ്തകം മുന്നറിയിപ്പിൻ്റെ പുസ്തകമാണ്. ഇതാ ആദ്യത്തെ മുന്നറിയിപ്പ് എവിടെയാണെന്നറിയാമോ? നാം കാണുന്നത് ഏദൻ തോട്ടത്തിലാണ് ആദ്യത്തെ മുന്നറിയിപ്പ് നാം കാണുന്നത്. നന്മതിന്മകളുടെ ഫലം നീ തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് മനുഷ്യനോട് നിത്യനായ ദൈവം കൽപ്പിച്ചു. ഇതാ മനുഷ്യൻ അവഗണിച്ചു. അവൻ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ഇതാ പുറത്താക്കപ്പെടുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. കയീനോട് പറഞ്ഞു. ഇതാ 4-ാം അധ്യായത്തിൽ 7-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: പാവം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണമെന്ന്. ദൈവമക്കളെ, കയീനും ആ മുന്നറിയിപ്പിനെ അവഗണിച്ചു. വേദപുസ്തകത്തിൽ പല ഭാഗത്തും നാം മുന്നറിയിപ്പുകളെ കാണുന്നുണ്ട്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ട്: നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക എന്ന്. ദൈവമക്കളെ, മുന്നറിയിപ്പ് തന്നെയാണ്. ഇപ്പോൾ പുതിയ നിയമത്തിലെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ ലോകത്താലുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കണമെന്ന്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ലോകത്താലുള്ള കളങ്കം പറ്റാതെ കാത്തുകൊള്ളണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര പേര് ജാഗ്രതയോടെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓരോ നിമിഷവും വിജിലൻ്റായിട്ട് എൻ്റെ വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു പെരുമാറ്റം കൊണ്ടോ എനിക്ക് കളങ്കം പറ്റാതെ ഞാൻ എൻ്റെ ആത്മാവിനെ സൂക്ഷിക്കുമെന്നുള്ള ആ വാണിങ്, ആ മുന്നറിയിപ്പ് എത്ര പേര് കണക്കിലെടുക്കുന്നുണ്ട് ദൈവമക്കളെ? യൂദായുടെ ലേഖനത്തിൽ അതിൻ്റെ 21-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം: കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളുവീനെന്ന്. വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു കൊള്ളണമെന്ന്. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെയാണ്: താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന്. താൻ വീഴരുത് എന്ന്. ദൈവമക്കളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യമാണ്: ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന്. ദൈവമക്കളെ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്.
സദൃശ്യവാക്യം 29 അധ്യായത്തിൻ്റെ 1 വാക്യം, കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുമെന്ന്. ദൈവമക്കളെ, ഇതെല്ലാം ഈ വചനത്തിലുള്ള മുന്നറിയിപ്പുകളാണ്. ഇതെല്ലാം ചില മുന്നറിയിപ്പുകൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. അനേകം മുന്നറിയിപ്പുകൾ ഈ വേദപുസ്തകത്തിലുണ്ട്. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നീ നാശത്തിലേക്കാണ് നീങ്ങുന്നത്. നിത്യനാശത്തിലേക്ക് നാം ആരും പോകരുത്. നാം വിശ്വസിച്ച്, ഈ വചനം വിശ്വസിച്ച്, ഈ വചനത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ച് ദൈവമക്കളെ, ഹല്ലേലൂയ, നാം നിത്യരക്ഷ പ്രാപിക്കണം. നിത്യരക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും വചനം നൽകുന്നത്. ഇന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നമ്മുടെ മുമ്പിൽ പരിശ്രമിക്കുന്നത്, അത്യധ്വാനം ചെയ്യുന്നത്. മകനെ, ഈ വചനം വിശ്വസിക്കുക, ഈ വചനം അംഗീകരിക്കുക. വേറൊരു കുറുക്കു വഴിയുമില്ല. ഈ വചനം, ഈ 66 പുസ്തകത്തിലുള്ള ഈ നിത്യവചനം, ഈ സത്യവേദ പുസ്തകത്തിലുള്ള ഈ വചനം ഒന്നും മാറിപ്പോകുന്ന വചനമല്ല. എല്ലാം മാറിപ്പോകുമെന്നാൽ ഈ വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ ഒന്നും മാറിപ്പോകില്ല. ഇതതുപോലെ തന്നെ നിറവേറും. ദൈവമക്കളെ, ഈ വചനം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. കർത്താവേ, പാളിച്ചകൾ വന്നു, തെറ്റുപറ്റിപ്പോയി കർത്താവേ, വീഴ്ചകൾ വന്നുപോയി കർത്താവേ, വചനത്തിന് വേണ്ടതായ വില കൊടുത്തില്ല കർത്താവേ, വചനത്തെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു കർത്താവേ. ഇതാ വചനം കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും കർത്താവേ, എൻ്റെ വീട്ടിലിരുന്ന് ഈ വചനം കേൾക്കാൻ അവസരം ലഭിച്ചു. എന്നാൽ ഞാൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞു പോയി. അതൊന്നും ഞാൻ കേട്ടില്ല കർത്താവേ. ദൈവമക്കളെ, നമുക്ക് വചനം കേൾക്കാൻ അനേക അവസരങ്ങളുണ്ട്. വചനം പുസ്തക രൂപേണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതി തന്നിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. 150ഓളം പുസ്തകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നാം എത്ര പേരത് വായിക്കുന്നുണ്ട്? എത്ര പേര് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നുണ്ട്? ഈ വചനം കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് എത്ര പേര് കേൾക്കുന്നുണ്ട്? ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ വചനം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കർത്താവേ, എൻ്റെ കുഷ്ഠം നെറ്റിയിൽ മാത്രമല്ല, എൻ്റെ കുഷ്ഠം, ഞാൻ ഒരു കുഷ്ഠരോഗിയായി നിൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കുകയാണ് കർത്താവേ. എൻ്റെ ആത്മാവിൽ കുഷ്ഠം ബാധിച്ചിരിക്കുന്നു. എൻ്റെ തലയിൽ കുഷ്ഠം, എൻ്റെ ഹൃദയത്തിൽ കുഷ്ഠം, അടിതൊട്ട് മുടിവരെയും കുഷ്ഠം കർത്താവേ. മുറിവുണ്ട്, ചതവുണ്ട്, പഴുത്ത വ്രണമുണ്ട്. അവ വെച്ച് കെട്ടിയിട്ടില്ല, ഞെക്കി കഴുകിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ് കർത്താവേ. പാപത്തിൻ്റെ കുഷ്ഠവുമായി ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് കർത്താവേ. നിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആ കുഷ്ഠരോഗിയുടെ മേൽ കൈവച്ചല്ലോ, ഹല്ലേലൂയ. അവനെ മാറ്റി നിർത്തിയില്ലല്ലോ. നീ കുഷ്ഠരോഗിയല്ലേ, നീ സമൂഹത്തേക്ക് വരാൻ നിനക്ക് ഒരു അർഹതയുമില്ല എന്നവനെ മാറ്റി നിർത്തിയില്ല ദൈവമക്കളെ. അവൻ വന്നപാടെ അവൻ ദൈവസന്നിധിയിൽ വീണു, അവൻ്റെ മേൽ കൈവച്ചു, അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ആ ക്രിസ്തു ഇന്നും വ്യാപരിക്കുന്നുണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ആ ആത്മാവ് ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ അവൻ്റെ സന്നിധിയിൽ വീഴുമോ? എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, പാപബോധത്തോടെ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ന്യായീകരണം പറയാൻ എനിക്കില്ല കർത്താവേ. ഒരു യോഗ്യതയും പറഞ്ഞുകൊണ്ട് എനിക്ക് വരാനില്ല കർത്താവേ. ഞാനൊരു കുഷ്ഠരോഗിയായി പാപത്തിൻ്റെ കുഷ്ഠവും പേറിക്കൊണ്ട് നിൻ്റെ സന്നിധിയിൽ വന്ന് വീഴുന്നു കർത്താവേ. നിൻ്റെ ആണിപ്പഴുതുള്ള കര എൻ്റെ മേൽ വെക്കണമേ. നിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. വ്യക്തികളിലേക്ക് നോക്കല്ലേ, കൂട്ടായ്മയിലേക്ക് നോക്കല്ലേ, സാഹചര്യങ്ങളിലേക്ക് നോക്കല്ലേ. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ക്രിസ്തുവിനോട് പറയുക, അവസ്ഥ തുറന്ന് സമ്മതിക്കുക. തനതായ അവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വീഴുക. എന്നെ ശുദ്ധമാക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, എൻ്റെ രോഗങ്ങളിന്മേ സൗഖ്യം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, താവേ, വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ, മുന്നറിയിപ്പുകൾക്ക് വില കൊടുത്തുകൊണ്ട്, എൻ്റെ കർത്താവേ, ക്രിസ്തു തരുന്ന മുന്നറിയിപ്പുകളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ
സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആണിപ്പഴുതുള്ള കരം ഞങ്ങളുടെ മേൽ വെക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.